ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് അല്ല, വീക്കിലി അനാലിസിസ്. വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴാണ് ഞാൻ ചെറുതായി കുറച്ചൊന്ന് ഫ്രീ ആയത്. അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീക്കിലി അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞിരുന്നു. നമുക്ക് പ്രധാനപ്പെട്ട 2 പോയിൻ്റ് 24,045 24,818 അല്ലേ. മാർക്കറ്റ് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് 24,139 പോയിട്ട് നേരെ റിവേഴ്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ 24,045 ആ റേഞ്ചിലാണ് മാർക്കറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വെയ്റ്റഡ് ആവറേജ് ക്ലോസിങ് വന്നപ്പം താഴെ പോയി 24,000 റേഞ്ചിൽ എത്തി. അപ്പം ഇനി നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് തിരിച്ച് നമുക്കൊന്ന് ഡേ ക്യാൻഡിലോട്ടൊന്ന് പോവാം. ഡേ ക്യാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡേ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം, ധാരാളം വിക്കുകളുണ്ട് ഇവിടെ ഇല്ലേ. വിക്കുകൾ ധാരാളമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് 23,818 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. അതിനുശേഷം ഇപ്പം നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ 24,0 ഞാൻ ലൈവായിട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഈ ലൈൻ വേണം, ഇത് വേണ്ട, ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം, ഒന്ന് ഹോൾഡ് ചെയ്യുക. നമ്മൾ ഈ വീക്കിലെ റേഞ്ചാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി ഇന്ന് വലുതാക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നമ്മളൊരു ബോക്സ് പാറ്റേൺ പറഞ്ഞത്, ആ ബോക്സ് പാറ്റേൺ ശരിക്കും ക്ലിക്കായി ധാരാളം പേര് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ 2 ദിവസത്തെ ക്യാൻഡിൽ തമ്മിലുള്ള ഈ ഡേ ക്യാൻഡിലിനകത്തിൽ ഈ 2 ദിവസത്തെ ക്യാൻഡിൽ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 24,450 മുതൽ 24,450 മുതൽ 23,940, ഏകദേശം 500 പോയിൻറ്റ്. 500 പോയിൻറ്റിൻ്റെ സ്വിങ്ങാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നടന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഡേ തലേ ദിവസം, അതായത് വ്യാഴാഴ്ച മാർക്കറ്റ് ഏകദേശം 24,149 നമ്മൾ വരച്ച സപ്പോർട്ടിൽ അത് വന്ന് റെസിസ്റ്റൻസ് എടുത്ത് നേരെ തിരിച്ചു പോയി. രണ്ടാമത് ഈ ഇന്നലെ ലാസ്റ്റ് ഫ്രൈഡേയിൽ എന്താ സംഭവിച്ചത്, ഒരു നല്ല ബെയറിഷ് വന്നെങ്കിലും ക്യാൻഡിൽ അവസാനം ഒരു ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് നാളെ ഈ വീക്കിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 24,588 ആണ് മാക്സിമം. നമുക്കൊരു എക്സ്പെക്റ്റഡ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 24,588 സപ്പോസ് ഇത് ക്രോസ് ചെയ്ത് മുകളിൽ പോയാൽ 24,845. അപ്പോൾ ഈ വീക്കിൽ മാക്സിമം നിഫ്റ്റി പോകാനുള്ളത് 24,845. അത് 24,845 എത്തണമെന്നുണ്ടെങ്കിൽ 24,588 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. 24,588 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 24,845 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നാളെ അഥവാ താഴോട്ട് പോയാൽ 24,818 പൊട്ടിക്കണം. 24,818 പൊട്ടിച്ച് നമുക്ക് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ ചിന്തിക്കേണ്ടത് ഈ 2 പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഓക്കെ, 24,045 24,149. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ 24,149 മുകളിൽ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ പിന്നെ അടുത്ത് നമുക്ക് 24,588 നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ 24,845 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്കൊരു വീക്കിലി നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ഓക്കെ, 24,818 പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 23,220 ആയിരിക്കും. അവിടെ നിന്ന് സംഭവിക്കത്തില്ലെന്ന് തോന്നുന്നു, കാരണം യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പരിസമാപ്തി ആയി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻട്രാഡിൽ അപ്പം റേഞ്ച് കിട്ടിയല്ലോ, നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ റേഞ്ച് കിട്ടിയല്ലോ 24,588 അല്ലെ 24, അത് പൊട്ടിയാൽ 24, അത് മേലോട്ട് പോയാൽ 24,845. ഓക്കെ, താഴോട്ട് 23,818. ഞാൻ പറഞ്ഞിട്ടുണ്ട് 23,818 എന്ന് പറഞ്ഞത് നിഫ്റ്റിയുടെ ഒരു തലവരെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ഇൻട്രാഡേ ബേസിലോട്ട് വരാം. ഇൻട്രാഡേ ബേസിനകത്ത് എനിക്ക് പറയാനുള്ള 1-2 കാര്യമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിപ്പം മാർക്കറ്റ് 24,038 ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് നിലവിൽ. ഒരു മാർക്കറ്റ്, കാരണം യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി കോംപ്രമൈസായി, സീസ് ഫെയർ നിലവിൽ വന്നു. അവിടെ ഇവിടെയൊക്കെ വെടി പെട്ടുന്നുണ്ടെങ്കിൽ സീസ് ഫെയർ നിലവിൽ വന്നിടത്തോളം കാലം
നമുക്ക് നാളെ ഒരു ഹ്യൂജ് പോസിറ്റീവ് മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 100 മുതൽ 200 പോയിൻറ്റിനിടയിൽ, 100-നും 200-നും പോയിൻറ്റിനിടയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അത് സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് നാളെ മാർക്കറ്റ് സീസ് ഫെയർ ഡിക്ലെയർ ചെയ്തുകൊണ്ട് മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24, ഇപ്പോൾ 24,000-ലാണ് മാർക്കറ്റ് ക്ലോസിങ്. 24,149, അതായത് 24,50, 24,150 നമുക്ക് ഇതിന് കണക്കാക്കാം. 24,150. ഓക്കെ, ഈ 24,150 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് 24,150 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പോയി തിരിച്ചു വന്ന് സപ്പോർട്ട് നേരെ തിരിച്ചു പോയാൽ, ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ആ പണ്ടുള്ള ആ ഒരു ബോക്സ് പാറ്റേണിൻ്റെ ബോട്ടമാണ്. ഓക്കെ, വീണ്ടും ആ ബോക്സ് പാറ്റേണിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരിക. നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഞാൻ നോക്കിക്കോട്ടെ. നമുക്ക് പിന്നെ ഫസ്റ്റ് നമുക്ക് കാണാനുള്ളത് ഇത് ഈ ലൈനാണ്. ഈ ലൈൻ ഇതാണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് പ്രതീക്ഷിക്കാനുള്ള ടാർഗറ്റ് 24,285. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് ഈ ലൈനാണ്. ഇത് ഈ 2 ലൈനാണ് പ്രധാനപ്പെട്ട ഇൻട്രാഡേ ബേസിസിൽ. ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 24,000-ലാണ്. അപ്പോൾ ഇതെല്ലാം ഗ്രീൻ ക്യാൻഡിലുകളാണ് കേട്ടോ. ഇതെല്ലാം ഗ്രീൻ ക്യാൻഡിലുകളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ സംഭവം ഇതിപ്പോൾ പറഞ്ഞല്ലോ, നാളെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ 24,150 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ബ്രേക്ക് ചെയ്യുന്ന ഇത് താഴെ ഓപ്പൺ ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ മുകളിലോട്ടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തട്ടി നേരെ തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ച് കയറി പോകണം. അപ്പോഴത്തെ പ്രൈസ് ആക്ഷൻ പോലെ നിങ്ങൾ മാർക്കറ്റിൽ നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ഞാനൊരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കുന്നു. ആ ഗ്യാപ്പ് അപ്പ് 24,150 മുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. താഴെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇതായിരിക്കും നാളത്തെ നിഫ്റ്റിയുടെ ലെവൽ. അത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് പറയാൻ ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. നാളെ 54,000 നിലനിർത്തുന്നുണ്ടെന്ന് നോക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. 54,000-ന് മുകളിൽ നിലനിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ വീണ്ടും ഒരു അപ്സൈഡ് കാണാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഈ താഴെ നോക്കുവാണ്, ബോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ പോകണം. ഇത് 53,475 അതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ താഴോട്ടൊരു ഫർദർ ഡൗൺ നമുക്ക് കാണാം. ഇത്രയും മാത്രമാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റി പറയാനുള്ളത്. അതുപോലെ മിഡ് ക്യാപ്പിനകത്തിൽ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 12,240 അതാണ് പ്രധാനപ്പെട്ട സംഭവം. 11,987 താഴെ പോയാൽ 11,798 നമ്മൾ പ്രതീക്ഷിക്കണം. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 12,240 വരെ നമുക്ക് നോക്കാം. അത് കടന്നാൽ 12,324. ഇതൊക്കെ ആയിരിക്കും മിഡ് ക്യാപ്പിന് ലെവലുള്ളത്. ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് കൂടുതൽ നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. നിഫ്റ്റിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ നാട്ടിലുണ്ട്. ഒരു പക്ഷെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു സെമിനാർ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇനിയും തിരിച്ചൊരു വരവ് പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു സെമിനാർ എറണാകുളത്ത് വെച്ച് നടത്തണമെന്ന് മനസ്സിൽ ഒരു താല്പര്യം ഉണ്ട്. കുറേ പേരെന്നെ ഇങ്ങനെ സമീപിച്ചായിരുന്നു. കുറേ പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇങ്ങനെ നടത്തണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഒന്നും തീരുമാനമായില്ല. അപ്പം മതിയായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പരിപാടി നടത്താൻ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങളത് ജസ്റ്റ് പേഴ്സണലായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം കാര്യങ്ങൾ ഉറപ്പൊന്നുമില്ല, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കുറേ പേരുടെ റിക്വസ്റ്റിനെ മാനിച്ചാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. ഓക്കെ, അപ്പം അത്രയും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ കുറേ പേര് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ഓൺലൈൻ എടുത്ത് തരാമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊന്നും ഒരു തീരുമാനം എടുക്കാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി കൂലങ്കഷമായിട്ട് ചിന്തിച്ചില്ല. എനിവേ അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ ആ കാര്യത്തിനകത്തൊരു തീരുമാനം നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ എല്ലാവരും സൂക്ഷിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.